ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണേ. അപ്പം നമ്മൾ നോമ്പൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. അതുമാത്രമല്ല നല്ല കടുത്ത വേനൽ ചൂട് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു വേനൽ ചൂടിന് നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള റിഫ്രഷിങ് ജ്യൂസാണ് ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പൈനാപ്പിൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു പൈനാപ്പിൾ നന്നായിട്ട് തന്നെ പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജ്യൂസിന് നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പൈനാപ്പിൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ടും ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിൻറ്റ് ലീഫാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 തണ്ട് മിൻറ്റ് ലീഫ് എടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമായിട്ട് ഇത് ചേർക്കണം, എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഒരു അരക്കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാൻ മുഴുവനായിട്ട് ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇനി ഒരു ചെറുനാരങ്ങയുടെ അരമുറി പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഡ്രിങ്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് കുറച്ച് മുന്നേ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു 3 ടീസ്പൂണ് കസ്കസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ജ്യൂസിന് തണുപ്പിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ തണുപ്പിനനുസരിച്ചിട്ട് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ നല്ല അടിപൊളി റിഫ്രഷിങ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോമ്പിനും അതുപോലെ തന്നെ ചൂടുകാലത്തൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ പൈനാപ്പിൾ ഉള്ള സമയത്ത് എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ കമൻസ് ഒന്ന് അറിയിക്കുക. മറ്റുള്ളവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.